ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി ഡിന്നർ കോംബോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ കുറച്ചൊരു മടി പിടിച്ച ദിവസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിക്ക് ഡിന്നറാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു കംപ്ലീറ്റ് മീലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുബൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുബൂസിനുള്ള മൈദ ആണ് എടുക്കുന്നത്. ഒരു 3 കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൈദക്ക് പകരം വീറ്റ് ഫ്ലോർ കൊടുക്കുക കേട്ടോ. ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എടുക്കുക. ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് 1 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കേട്ടോ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുക്കാണ് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ മെഷീനിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തർക്ക് മൈദൻ്റെ ഇതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ എപ്പോഴും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും വരുന്നതാണ് ഈ ഒരു മെഷീനെ പറ്റിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇതേതാണ് ബ്രാൻഡ് എന്താണെന്നൊക്കെ ഉള്ളത്. കെൻവുഡാണ് ബ്രാൻഡ്. ഞാൻ എത്രയോ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് വീഡിയോ ആണെന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് കിട്ടൂല. കാരണം ഇങ്ങനെ ഇതിനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല. ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറയലുണ്ട്. അതുകൊണ്ടാണ് അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്നാലും പിന്നെയും പറയാം, പ്രശ്നമില്ല. ചോദിക്കുന്നവർക്ക് ഇത് കെൻവുഡാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 12 വർഷമായി ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ 12 വർഷം മുന്നേ ഉള്ള സാധനം ആയതുകൊണ്ട് ഈ മോഡൽ ഇപ്പം മാർക്കറ്റിലുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര ഇല്ല അറിയില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പുതിയ പുതിയ മോഡലൊക്കെ അവൈലബിൾ ആണ്. അപ്പം വേണ്ടി ആൾക്കാർ ഒന്ന് എക്സ്ട്രയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടും എല്ലാം കിട്ടും കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. സാക്കോലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കൊരു 1.5 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിന് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്വിക്കായിട്ട് ഉണ്ടാക്കുന്ന ഡിന്നർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് വെക്കാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി കവറിലാണ് വെക്കുന്നത്. ഇതും ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കവറിൽ എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി വരും എന്നുള്ളത് കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം അപ്പോഴത്തേക്ക് നമ്മളെ പൊടി സെറ്റായിക്കോളും. അപ്പോൾ ഇതിവിടെ ഞാൻ മാറ്റി വെക്കുകയാണ് കവറിലാക്കിയിട്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്നാൽ അപാര ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 800 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് ചെയ്ത് വെക്കേണ്ടി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ചിക്കൻ നമുക്കൊരു മസാല തേക്കണം. അപ്പോൾ അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികൾ വേണ്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ സ്ക്രീനിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചോ. ഭയങ്കര കട്ടിയിലൊന്നും അത് കുഴച്ചെടുക്കേണ്ടിയില്ല കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മസാല നമുക്ക് വേണ്ടിയത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ട് ഒരു മസാല ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മൊത്തത്തിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ കംപ്ലീറ്റ് ഇനിയിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് മസാല തേച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സമയം വെക്കലോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് പോലും ഇത് മാറ്റി വെക്കുക ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ഡിന്നറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഇത് മസാലയിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല തന്നെ കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇത് മസാല ഓൾറെഡി ലൂസാണ്. അപ്പോൾ നമ്മൾ കൈ വെക്കേണ്ടില്ല. ശരിക്കും കൈയിലോണ്ട് തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കണ്ടേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലിനാണ് എടുത്തത്. ഒരു 1/4 കപ്പോളം വേണം കേട്ടോ. ഒരു ഇത്തിരി ഓയിൽ വേണം, 1/4 കപ്പ് ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ, ആ ഉള്ളി ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിക്കലില്ലേ ബ്രൗൺ കളറായിട്ട്, അതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഒന്ന് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്നാവും കേട്ടോ. അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് സമയം എടുത്തിട്ട് പൊരിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. നമ്മളിപ്പോൾ എന്തായാലും ഇത് ബ്രൗൺ കളർ ആകണ വരെ പൊരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3-4 പ്രാവശ്യം ആക്കിയിട്ട് ഇടണം കേട്ടോ. കാരണം കുറഞ്ഞ ഓയിലേ ഞാൻ വെച്ചിട്ടുള്ളൂ, ഒരുപാട് ഉള്ളി ഇടാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അത് ലാസ്റ്റ് ട്രിപ്പ് ഉള്ളിയാണിത്. അതും കൂടെ കോരിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളി മുഴുവനും ഇവിടെ ഞാൻ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം എണ്ണയിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഞാൻ കംപ്ലീറ്റ് പൊരിച്ചിട്ട് ഒരു പ്ലേറ്റിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ ഓയിലിൽ തന്നെ നമ്മൾ തീയൊന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ചിക്കന് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു മീഡിയം തീയിൽ തന്നെ നിൽക്കട്ടെ കേട്ടോ. തീ കുറയ്ക്കാനായിട്ടില്ല. ആദ്യം നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് നമ്മൾ ആ ഉള്ളി പൊരിച്ച അതേ ചൂട് തന്നെ നിന്നോട്ടെ. കുറച്ച് ചൂട് തന്നെയാണ് വേണ്ടിയത്. ആ ഒരു ഹൈ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ നിങ്ങൾ ഏതിലാണ് പൊരിച്ചതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കാൻ തന്നെ ഒരു 1-2 മിനിറ്റ് കേട്ടോ. ഒരു സൈഡ് 1 മിനിറ്റ്, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡും 1 മിനിറ്റ്, അത്രേ ഉള്ളൂ. തീയൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്കിന്ന്, ആ ഒരു മസാല ഒന്ന് അതിൽ പിടിക്കുന്ന രീതിയിൽ, അല്ലാണ്ട് ചിക്കൻ വേവുന്ന പാകമല്ല. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തിരിച്ചു ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തീ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ഭാഗം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഒരു ചിക്കൻ വേവല്ല, എന്നാൽ ആ മസാല ഒന്ന് അതിന്മേലൊന്ന് പിടിക്കുക, അത്രേ ഉള്ളൂ. പുറം ഭാഗത്ത് ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു രീതിയിൽ 2 ഭാഗവും ഓരോ മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൊത്തം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ തീയാക്കി വെക്കുക, സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ. ഒരു ഭാഗം ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, സിമ്മിലാക്കി വെച്ചപ്പോൾ നമ്മളതിന്ന് ആ ഒരു ചിക്കനിൽ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഭാഗം ഒരു പകുതിയോളം വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വലിയ പീസായിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള പീസായിട്ടാണ് മുറിച്ചെടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കണം കേട്ടോ. തിരിച്ചിട്ട ഭാഗം ഒന്ന് വേവണമല്ലോ. മൊത്തത്തിലൊരു 10 മിനിറ്റ് മതി. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറിയ സിമ്മിൽ തന്നെ മതി കേട്ടോ. സിമ്മിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് ഞാനിപ്പോൾ ഒരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കോൾസ്ലോ ആണ് സാലഡ്. ഇത് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് അന്ന് കാണിക്കുമെന്നുള്ള. ഞാൻ ഏതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്യാബേജ് കുറച്ച് അധികം വേണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്സിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ക്യാബേജ് കൂടുതലും 1 ടേബിൾ സ്പൂണേ നമ്മൾ ക്യാരറ്റ് എടുക്കാൻ പാടുള്ളൂ. അതിനാണ് ഇപ്പോൾ 2 കൂടെ ഞാൻ വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്രയധികം ക്യാബേജ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂണേ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിംഗ് ആണ് കാണിക്കുന്നത്. മയോണൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മയോണൈസ് എടുക്കാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന മയോണൈസ് എടുക്കുക കേട്ടോ. പ്ലെയിൻ മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. പുളിയുള്ള തൈര് തീരെ എടുക്കാൻ പാടില്ല, പുളിയില്ലാത്ത തൈരായിരിക്കണം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ഉപ്പ് കേട്ടോ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മയോണൈസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ലേശം മതി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ ആ ക്യാപ്സിൻ്റെ ഒക്കെ സെയിം ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗർ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ തീരെ അത് കിട്ടൂല എന്നാണെങ്കിൽ വൈറ്റ് വിനെഗർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ഈ ഒരു സെയിം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ വാങ്ങിക്കുന്ന നമ്മൾ ക്യാപ്സിന്നും അൽബേക്കുന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടും കേട്ടോ. ആപ്പിൾ സൈഡർ വിനെഗർ തന്നെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഞ്ചസാരയും ഉപ്പൊക്കെ അലിയണം കേട്ടോ. നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് മിക്സിംഗ് ആണ്, സാലഡ് മിക്സിങ്. അപ്പോൾ ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാബേജിൻ്റെ അളവ് നിങ്ങൾ കാണുന്നില്ല. ഇതിപ്പോൾ ഒരു മെഷറിംഗ് കപ്പിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ ഒരു 2 കപ്പ് നിറച്ച് ക്യാബേജ് ഉണ്ടാവും കേട്ടോ. അത് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്, അപ്പോൾ ടേസ്റ്റ് മാറുകയാണ് ചെയ്യുക, കളറും മാറിപ്പോവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാലഡ് ഡ്രസ്സിങ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കോൾസ്ലോ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാലഡാണിത്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് കോൾസ്ലോ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെ പാർട്ടി വ്ളോഗിലോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ.
അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്നും കൂടി പറഞ്ഞാൽ നന്നായിട്ട് തണുപ്പിക്കണം. തണുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടില്ല, അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഒരു ഓറഞ്ച് കളറേ ഉള്ളൂ. ഈ ഒരു കളറിൽ കിട്ടിയാലാണ് ആ ഒരു സെയിം ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഉപ്പും മധുരവും എല്ലാം റെഡി അല്ലേ എന്നുള്ളത്. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റെഡിയാണ് കേട്ടോ, കറക്റ്റാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിനി തണുപ്പിച്ചെടുക്കുക. തണുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി കാബേജും ക്യാരറ്റും മയണൈസും എല്ലാം തണുപ്പിച്ച സാധനം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പിക്കാനൊന്നുമില്ല. എന്നാലും ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടോ. ആകെ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ബ്രോയിലർ ചിക്കൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, കാസ്റ്റ് അയണിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ചിക്കനൊക്കെ വെന്ത് ഇനിയിപ്പോൾ നടു മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നടുവിൽ ആ എണ്ണയിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ചാൽ മതി. വെള്ളം ഇല്ലാണ്ട് മിക്സിയിൽ അരച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതന്നെ കിട്ടണം എന്നൊന്നുമില്ല, അത് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ എല്ലാം ഇന്നൊരു മടിപ്പണിയാണല്ലോ മൊത്തത്തിൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ആ എണ്ണയിൽ നടുവിലൊന്നാക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം അതൊന്ന് അടച്ച് വെക്കുക. എന്നാലാണ് ആ ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരിക. ഇപ്പോൾ അതാ ആ 1 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പച്ചമണക്കം മാറിയിട്ടുണ്ടാവും. കാരണം ഡയറക്റ്റ് നമ്മൾ ആ എണ്ണയിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് വെച്ചെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ആ ഒരു പച്ചമണക്കം മാറി വന്നോളൂ. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു ചിക്കൻ്റെ എല്ലാ പീസിൻ്റെ മേലേക്കും നമ്മൾ ഈ ഒരു സോസ് ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിന് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ആ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ നിന്നോട്ടെ, കാരണം വേറെ ഗ്രേവിയൊന്നും ഇതിനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആ ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ചേർക്കേണ്ടില്ല. പക്ഷേ ഇത് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമോ അങ്ങനെ ആ ഒരു ഉള്ളി കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും തോന്നണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. ഞാൻ ഗ്യാരണ്ടി തരാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ആ ഒരു ഉള്ളി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് ചൂടായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ ഞാനൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കവറിൽ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി കണ്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ കറക്റ്റ് 15 മിനിറ്റാണ് ഇപ്പോൾ വെച്ചത് കേട്ടോ. പിന്നാണെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് തണുപ്പൊക്കെ തുടങ്ങി. 2 ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ കവറിൽ വെച്ചത് തന്നെ. പിന്നെ സമയവും ഇല്ല. അപ്പോൾ അതാ കവറിൽ വെച്ചപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് എയറൊക്കെ കയറി പൊടി നല്ല സോഫ്റ്റായി വന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞാൽ ഇതൊരു ഈസി ടിപ്പാണ്. ഇങ്ങനെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു പൊടിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് എയറൊക്കെ കയറി നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു മാവുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പരത്തിയിട്ട് കുബൂസിൻ്റെ രീതിയിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തടിയുള്ള കുബൂസാണോ വേണ്ടിയത്, മെലിഞ്ഞ കുബൂസാണോ വേണ്ടിയത്, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഒരു സാധാരണ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു ഇതിലേ എടുക്കുന്നുള്ളൂ. ഭയങ്കര തടിയിലുള്ള കുബൂസ് എല്ലാം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ആ ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളാണ് ഞാൻ എടുത്തത്. ആ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പരത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഒരു ചപ്പാത്തിൻ്റെ തടി തന്നെ ഇതിനുള്ളൂ. ആ ഒരു തടിയിലാണ് ഞാൻ പരത്തിയെടുത്തത്. അപ്പോൾ 2-3 എണ്ണം ഒന്നിച്ചൊന്ന് പരത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ചുടാൻ നിൽക്കുന്നത് കേട്ടോ. ഒരു 3-4 അവിടെ പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചുടാമല്ലോ. ഇപ്പോൾ അത് 2-3 എണ്ണം ഞാൻ വേഗം ഒന്ന് പരത്തി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ചുടാൻ വേണ്ടി തുടങ്ങാം. രണ്ടാമത്തെ ഞാനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എത്ര എണ്ണം കിട്ടും എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ ഒരു അളവിൽ എനിക്കൊരു 12 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മളെ പാന് നല്ല ചൂടായിട്ടുണ്ട്. ഇനിയിലേക്ക് നമ്മൾ ഓരോ കുബൂസ് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വേഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം ഒന്ന് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തൊടാനൊന്നും പോകേണ്ട സാധനം അത് നന്നായിട്ട് പൊള്ളി വന്നോളൂ കേട്ടോ. നല്ല ബോൾ പോലെ പൊള്ളി വരും. പൊള്ളി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എടുക്കലില്ല, കുറച്ച് വേവണം. ഞാൻ എപ്പോഴും പറയില്ലല്ലോ, കുറച്ച് നല്ലോണം വെന്താലാണ് ഞാൻ എടുക്കലുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് 2 ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാ കുബൂസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലത്തെ നല്ല അടിപൊളി കുബൂസാണ് കേട്ടോ. സൂപ്പറാണ്. ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കുമല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നന്നായിട്ട് പൊള്ളിയൊക്കെ വന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുബൂസ് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തം ഒന്ന് ചുട്ടെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒന്ന് തിന്നാൻ വേണ്ടി കുറച്ച് കുക്കുംബറും ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു അളവിൽ ഞാൻ പറഞ്ഞല്ലോ 12 കുബൂസാണ് ഇപ്പം. ഈ ഒരു 3 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മൈദപ്പൊടി. അതിലൊരു 12 കുബൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കുബൂസാണ്. ചൂടാറി കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ചൂടാറിയെന്ന് വെച്ചിട്ടൊരു കുഴപ്പവും വരില്ല. Roti.
കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ചോദിച്ചിരുന്നു, ഇപ്പോൾ പൂച്ചേനൊന്നും കാണിക്കുന്നില്ലല്ലോ, പൂച്ച അവിടെ ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പൂച്ച ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. രണ്ടാളും ഇപ്പം നല്ല ഫ്രണ്ട്സാണ്. നല്ല ഇഷ്ടത്തിലായി. ഇനിയിപ്പോൾ നമ്മൾ വിളമ്പുന്നൊരു ഇതിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈ ആണ് വിളമ്പുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം, എന്തായാലും ട്രൈ ചെയ്തോ. ഒരുപാട് ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. ഉള്ളിയും ഇതുമൊക്കെ നമ്മൾ ചിക്കൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കണ്ടേന്നൊക്കെ ഉള്ള അതൊന്നും വേണ്ട. ഇല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല കിഡു സാധനമാണ് കേട്ടോ. അത് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി ഫ്രൈ ആണ്. ഇനിയിപ്പോൾ പെട്ടെന്നുണ്ടാക്കിയതാണ്, ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫ്രൈ എന്ന് വിചാരിച്ചിട്ടേ ഇത് ഭംഗിയാക്കാനൊന്നും ഞാൻ ഒരു കുറവും വരുത്തുന്നില്ല കേട്ടോ. സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഭംഗിയാക്കി വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് തോന്നട്ടെ. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ലെമൺ ഞാനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്, 2-3 പീസ്. ഇത് ഫ്രൈ ആണല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് ലെമൺ ഇതിൻ്റെ മേലെ പിഴിയണം. ഒരു പീസ് ഞാനൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് പിഴിഞ്ഞാൽ മതി. അപ്പോൾ അതും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഉള്ളി കുറഞ്ഞ ഒരു അര സ്പൂൺ ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ മേലെ കുറച്ച് ഇഞ്ചി ഒന്ന് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി സാധനം ഇവിടെ റെഡി ആയിന്. അപ്പം ഭംഗിക്ക് ഒന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ സൂപ്പറാണ്. ഇനിയിപ്പോൾ നമ്മൾ കുക്കുംബറും അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഒരു സൈഡിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കുംബറിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതടുത്ത നമ്മളെ കുബൂസ്, അടിപൊളി കുബൂസാണ്. മാഷാ അല്ലാ, നല്ല സോഫ്റ്റ് കുബൂസാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ഷവർമ്മക്കോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എത്ര നേരം വെച്ചാലും ഈ ഒരു സോഫ്റ്റ് തന്നെ നിൽക്കും ഈ ഒരു കുബൂസ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാണ്. ഉള്ളൊക്കെ കണ്ടോ, നല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എല്ലാം നല്ല പൊള്ളി വരികയും ചെയ്യും കേട്ടോ. ഒരൊറ്റൊന്ന് പോലും പൊള്ളാണ്ടൊന്നും നിൽക്കുകയില്ല. നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു കുബൂസും. പിന്നെ എൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കോൾസ്ലോ സാലഡാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് വെച്ചതാണ് കേട്ടത്. നന്നായിട്ട് തണുപ്പിക്കണം. അപ്പോൾ ഈ ഒരു കോൾസ്ലോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരുപാട് ടിപ്സ് ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ KFC എന്നൊക്കെ വാങ്ങുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടമായി എന്നൊന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടമായി എന്ന് പറയാനുള്ള ഒരു മടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി, എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലുള്ള നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.